സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം. രംഗസ്വാമി കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? രംഗസ്വാമി കപ്പ് ഹോക്കിയാണ്. ഹോക്കി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600 ആണ്. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവത്കൃതമായ വർഷം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവത്കൃതമായ വർഷം 1885 ആണ്. 1885. ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ. ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. ഡൽഹൌസി. എക്സ്റേ കണ്ടുപിടിച്ചത്. എക്സ്റേ കണ്ടുപിടിച്ചത് റോൺജൻ ആണ്. എക്സ്റേ കണ്ടുപിടിച്ചത് ആരാണ്? റോൺജൻ. ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി. പ്രസിദ്ധീകരണത്തിന്റെ പേര് ഹരിജൻ. ആരാണ് ആരംഭിച്ചത്? മഹാത്മാഗാന്ധി. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ്? സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ഹർഗ്രീവ്സ് ആണ്. ഹർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. കോളറയ്ക്ക് കാരണമായ അണു. കോളറയ്ക്ക് കാരണമായത് ബാക്ടീരിയയാണ്. കോളറയ്ക്ക് കാരണമായത് ബാക്ടീരിയ. ഡിസ്കവറി ഓഫ് ഇന്ത്യ രചിച്ചത്. ഡിസ്കവറി ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു ആണ്. ഡിസ്കവറി ഓഫ് ഇന്ത്യ രചിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ ആണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഹീമോഗ്ലോബിൻ. NAAC എന്നതിൻ്റെ പൂർണ്ണരൂപം. NAAC നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ ടെലിവിഷൻ ചാനൽ. കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ ടെലിവിഷൻ ചാനലാണ് വിക്ടേഴ്സ്. ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായി അംഗീകരിച്ച വർഷം. ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായിട്ട് അംഗീകരിച്ചത് 2001 2001. ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത്. ഗാന്ധി എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? റിച്ചാർഡ് അറ്റൻബറോയാണ്. റിച്ചാർഡ് അറ്റൻബറോ. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ആരാണ്? സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിതയാണ് ജസ്റ്റിസ് MS ഫാത്തിമ ബീവി. ജസ്റ്റിസ് MS ഫാത്തിമ ബീവിയാണ് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ മലയാളി വനിത. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി. രക്തസാക്ഷി ദിനം. രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 30 ജനുവരി 30 രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത്. അട്ടപ്പാടി ഏത് ജില്ലയിലാണ്? അട്ടപ്പാടി എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട്. ലോക സമാധാന ദിനം. ലോക സമാധാന ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 21 സെപ്റ്റംബർ 21 ലോക സമാധാന ദിനമായിട്ട് ആചരിക്കുന്നത്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 1948 നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 1948 നിയോഗിച്ച കമ്മിറ്റിയാണ് SK ധർ കമ്മിറ്റി. കമ്മിറ്റിയുടെ പേര് SK ധർ കമ്മിറ്റി.
UN ജനറൽ അസംബ്ലി പ്രസിഡന്റായ ആദ്യ വനിത. UN ജനറൽ അസംബ്ലി പ്രസിഡന്റായ ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. വിജയലക്ഷ്മി പണ്ഡിറ്റ്. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? ബി രാമകൃഷ്ണ റാവു. ബി രാമകൃഷ്ണ റാവു ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഗവർണർ. ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ചത്? ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ചത്? കേശവാനന്ദ ഭാരതി കേസിലാണ്. 1973 കേശവാനന്ദ ഭാരതി കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ചത്. ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് എന്നാണ്? ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് 1964 മെയ് 27-നാണ്. 1964 മെയ് 27-നാണ് ജവഹർലാൽ നെഹ്റു അന്തരിച്ചത്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? ദാമോദർ നദിയാണ്. ദാമോദർ നദിയാണ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം 22 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. 22 കമ്മിറ്റികൾ. ഭാരത സർക്കാരിന്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഭാരത സർക്കാരിന്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് അറ്റോർണി ജനറൽ ആണ്. അറ്റോർണി ജനറൽ. ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണം. ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണം സീസ്മോഗ്രാഫ്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കർണാലാണ്. കർണാൽ. ആര്യസമാജം സ്ഥാപിച്ചത്. ആര്യസമാജ സ്ഥാപകൻ ദയാനന്ദ സരസ്വതിയാണ്. ദയാനന്ദ സരസ്വതി. ആര്യസമാജം സ്ഥാപിച്ചത് ആരാണ്? ദയാനന്ദ സരസ്വതി. ഇന്ത്യയിൽ നിയമദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? നിയമദിനം ഇന്ത്യയിൽ നിയമദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26 നവംബർ 26. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതി. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986 നവംബർ 19-നാണ്. 1986 നവംബർ 19-നാണ് ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത്. പേച്ചിപ്പാറ അണക്കെട്ട് ഏത് നദിയിലാണ്? പേച്ചിപ്പാറ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കോതയാറിലാണ്. പേച്ചിപ്പാറ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കോതയാറിലാണ്. മലബാർ കലാപം നടന്ന വർഷം. മലബാർ കലാപം നടന്നത് ഏത് വർഷമാണ്? 1921 മലബാർ കലാപം നടന്നത്. 1921. ഭരണഘടനാ നിർമ്മാണ സഭയിൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവനായിരുന്നത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവനായിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചത് ആരാണ്? ഡൈനാമൈറ്റ് ആൽഫ്രഡ് നോബൽ ആണ്. ആൽഫ്രഡ് നോബൽ. ഇന്റർനാഷണൽ ഡേ ഓഫ് ഗേൾ ചൈൽഡ് ആയിട്ട് ആചരിക്കുന്ന ദിവസം. ഇന്റർനാഷണൽ ഡേ ഓഫ് ഗേൾ ചൈൽഡ് ഒക്ടോബർ 11. ഒക്ടോബർ 11 ഇന്റർനാഷണൽ ഡേ ഓഫ് ഗേൾ ചൈൽഡ് ആയിട്ട് ആചരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കാലയളവ്. ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കാലയളവ് 1951-52 കാലയളവിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. 1951-52 കാലയളവ്. മനുഷ്യ ശരീരത്തിലെ പോരാളി എന്നറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ പോരാളി ശ്വേതരക്താണുക്കളാണ്. ശ്വേതരക്താണുക്കളാണ് മനുഷ്യ ശരീരത്തിലെ പോരാളി എന്ന് അറിയപ്പെടുന്നത്. കേരള സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് കേസരി ബാലകൃഷ്ണ പിള്ളയാണ്. കേസരി ബാലകൃഷ്ണ പിള്ള കേരള സോക്രട്ടീസ് എന്ന് അറിയപ്പെടുന്നത്. ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ എന്നിവ ഏത് വിളയുടെ ഇനങ്ങളാണ്? ഏതൊക്കെയാണ്? ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ എന്നിവ തെങ്ങിന്റെ ഇനങ്ങളാണ്. തെങ്ങിന്റെ ഇനങ്ങളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ് ആണ്. ബംഗാൾ ഗസറ്റ്.
ഇന്ത്യയിൽ ഫെഡറൽ സംവിധാനം ഏത് രാജ്യത്തിന്റെ മാതൃകയിലാണ്? ഇന്ത്യൻ ഫെഡറൽ സംവിധാനം ഏത് രാജ്യത്തിന്റെ മാതൃകയിലാണ്? കാനഡയുടെ മാതൃകയിലാണ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനം. ഇന്ത്യ ടുഡേ എന്ന പുസ്തകം രചിച്ചത് ആര്? പുസ്തകത്തിന്റെ പേര് ഇന്ത്യ ടുഡേ. രചിച്ചത് ആരാണ്? R.P. ദത്താണ്. R.P. ദത്ത്. അസാധാരണ സംയുക്തം എന്നറിയപ്പെടുന്നത്? അസാധാരണ സംയുക്തം ജലമാണ് അസാധാരണ സംയുക്തം എന്ന് അറിയപ്പെടുന്നത്. സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലാണ്? സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്ന മേഖല പത്രപ്രവർത്തനമാണ്. പത്രപ്രവർത്തന മേഖലയിലാണ് സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത്. ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ആരുടെ കൃതിയാണ്? ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്നത് സർ ഐസക് ന്യൂട്ടന്റെ കൃതിയാണ്. സർ ഐസക് ന്യൂട്ടൻ. ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദത്തെ ഡാഷ് എന്ന് പറയുന്നു? ദ്രാവക മർദ്ദം എന്ന് പറയുന്നു. ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദമാണ് ദ്രാവക മർദ്ദം. ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് വാഗ അതിർത്തി സ്ഥിതി ചെയ്യുന്നത്? വാഗ അതിർത്തി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയാണ് വാഗ അതിർത്തി. സിമന്റ് നിർമ്മാണ വേളയിൽ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ചേർക്കുന്ന പദാർത്ഥം ഏത്? സിമന്റ് നിർമ്മാണ വേളയിൽ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ചേർക്കുന്ന പദാർത്ഥമാണ് ജിപ്സം. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഡാഷ്. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഭാരം. ആഭരണങ്ങൾ ഉണ്ടാക്കാൻ സ്വർണത്തിനൊപ്പം ചേർക്കുന്ന ലോഹം. ആഭരണങ്ങൾ ഉണ്ടാക്കാൻ സ്വർണത്തിനൊപ്പം ചേർക്കുന്ന ലോഹം ചെമ്പാണ്. ചെമ്പ്. കേരളത്തിലെ കരിമണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം. കേരളത്തിലെ കരിമണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം തോറിയമാണ്. തോറിയം. കോക്ക് ബോറക് ഭാഷ പ്രചാരത്തിലുള്ള സംസ്ഥാനം. കോക്ക് ബോറക് ഭാഷ പ്രചാരത്തിലുള്ള സംസ്ഥാനം ത്രിപുരയാണ്. ത്രിപുര. രക്തത്തെക്കുറിച്ചുള്ള പഠനം. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. അയ്യങ്കാളിയുടെ മാനേജറായി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ. അയ്യങ്കാളിയുടെ മാനേജറായി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് കുറുമ്പൻ ദൈവത്തൻ. കുറുമ്പൻ ദൈവത്തൻ ആരുടെ മാനേജറായിട്ടാണ്? അയ്യങ്കാളിയുടെ മാനേജറായിട്ടാണ് പ്രവർത്തിച്ചത്. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം ഏതാണ്? പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം കോർണിയയാണ്. കോർണിയ. സമരത്തീച്ചുളയിൽ ആരുടെ ആത്മകഥയാണ്? ആത്മകഥയുടെ പേര് സമരത്തീച്ചുളയിൽ. ആരുടേതാണ്? E.K. നായനാർ. E.K. നായനാരുടെ ആത്മകഥയുടെ പേരാണ് സമരത്തീച്ചുളയിൽ എന്നത്. ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ ഏത്? ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ തമിഴാണ്. തമിഴ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടത്തിന്റെ ഉയരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? ജോഗ് വെള്ളച്ചാട്ടം. ജോഗ് വെള്ളച്ചാട്ടത്തിന്റെ ഉയരം എത്രയാണ്? 253 മീറ്റർ ആണ്. 253 മീറ്റർ. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് കമന്റ് ചെയ്യുക. സെക്യൂരിറ്റി പേപ്പർ മിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? സെക്യൂരിറ്റി പേപ്പർ മിൽ സ്ഥിതി ചെയ്യുന്നത് ഹോഷങ്കാബാദ് ആണ്. മധ്യപ്രദേശിലെ ഹോഷങ്കാബാദിലാണ് സെക്യൂരിറ്റി പേപ്പർ മില്ല് സ്ഥിതി ചെയ്യുന്നത്. ലോക പൈതൃകമായ റാണി കി വാവ് ഏത് സംസ്ഥാനത്താണ്? റാണി കി വാവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്ത്. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ ബാലൻ സംവിധാനം ചെയ്തത് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രമായ ബാലൻ സംവിധാനം ചെയ്തത് S. നൊട്ടാണിയാണ്. S. നൊട്ടാണി. വേൾഡ് ഫുഡ് പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. വേൾഡ് ഫുഡ് പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ M.S. സ്വാമിനാഥനാണ്. M.S. സ്വാമിനാഥൻ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം
10° ചാനലാണ്. 10° ചാനൽ. ഷൺമുഖദാസൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാര്? ഷൺമുഖദാസൻ എന്നറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളാണ് ഷൺമുഖദാസൻ എന്ന് അറിയപ്പെട്ടത്. ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് കോലാട്ടം? കോലാട്ടം ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? തമിഴ്നാട്ടിലെ നൃത്തരൂപമാണ് കോലാട്ടം. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത്? മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്ന് അറിയപ്പെടുന്നത്. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട സ്ഥലം? രണ്ടാം ബർദോളി എന്നറിയപ്പെട്ടത് പയ്യന്നൂരാണ്. പയ്യന്നൂരാണ് രണ്ടാം ബർദോളി എന്ന് അറിയപ്പെട്ടത്. അഭിനവ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്? അഭിനവ കേരളം എന്ന പ്രസിദ്ധീകരണം വാഗ്ഭടാനന്ദൻ്റെതാണ്. വാഗ്ഭടാനന്ദൻ. പയ്യാമ്പലം ബീച്ച് സ്ഥിതി ചെയ്യുന്ന ജില്ല? പയ്യാമ്പലം ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ല. കാരംസ് ബോർഡുകളിൽ പോളിഷായി ഉപയോഗിക്കുന്ന വെളുത്ത പൊടി? കാരംസ് ബോർഡുകളിൽ പോളിഷായിട്ട് ഉപയോഗിക്കുന്ന വെളുത്ത പൊടിയാണ് ബോറിക് ആസിഡ്. ബോറിക് ആസിഡ്. ഗംഗാ നദി ബംഗ്ലാദേശിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ എന്നാണ്. പത്മ. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണയാണ്. സുന്ദർലാൽ ബഹുഗുണ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്? അതിർത്തി ഗാന്ധി. ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഒരു ഐസോട്ടോപ്പ്? ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയം. ആദ്യ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? ആദ്യ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. ശൂരനാട് കുഞ്ഞൻ പിള്ള. കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായർ. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയിലാണ്. മുതിരപ്പുഴ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആരുടേതാണ്? വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം വൈകുണ്ഠസ്വാമികളുടേതാണ്. വൈകുണ്ഠസ്വാമികൾ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത്? കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. കോട്ടയം. മുത്തശ്ശി എന്ന പേരിൽ നോവൽ എഴുതിയത്? മുത്തശ്ശി എന്ന പേരിൽ നോവൽ എഴുതിയത് ചെറുകാടാണ്. ചെറുകാട്. എൻ മകാജെ എഴുതിയത്? എൻ മകാജെ അംബികാസുധൻ മങ്ങാട്. വൈക്കം സത്യാഗ്രഹത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന ജാഥ ഏതാണ്? വൈക്കം സത്യാഗ്രഹത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന ജാഥയാണ് സവർണ ജാഥ. സവർണ ജാഥ നയിച്ചത് ആരാണ് എന്ന് കമന്റ് ചെയ്യുക. നക്ഷത്രങ്ങളുടെ അകക്കാമ്പിൽ നടക്കുന്ന രാസപ്രവർത്തനം? നക്ഷത്രങ്ങളുടെ അകക്കാമ്പിൽ നടക്കുന്ന രാസപ്രവർത്തനമാണ് അണുസംയോജനം. അണുസംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ. കാമിനി റിയാക്ടർ എവിടെയാണ്? കാമിനി റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് കൽപ്പാക്കമാണ്. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ് കാമിനി റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത്. അയ്യങ്കാളിയുടെ ജന്മദേശം? അയ്യങ്കാളിയുടെ ജന്മദേശം വെങ്ങാനൂരാണ്. അയ്യങ്കാളിയുടെ ജന്മദേശം വെങ്ങാനൂർ. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം? കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ്. കോന്നി. വിറ്റാമിൻ സിയുടെ രാസനാമം? വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. നീന്തി നീങ്ങാൻ ബാക്ടീരിയയെ സഹായിക്കുന്ന അവയവം ഏത്? നീന്തി നീങ്ങാൻ ബാക്ടീരിയയെ സഹായിക്കുന്ന അവയവമാണ് ഫ്ലാഗല്ല. ഫ്ലാഗല്ല. സ്പ്രിങ്ങിന്റെ ആകൃതിയിലുള്ള ബാക്ടീരിയ? സ്പ്രിങ്ങിന്റെ ആകൃതിയിലുള്ള ബാക്ടീരിയയാണ് സ്പെറില്ല ബാക്ടീരിയ. സ്പെറില്ല ബാക്ടീരിയ. ആറ്റത്തിന്റെ ന്യൂക്ലിയസിലെ ചാർജ് ഇല്ലാത്ത കണം? ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്തത് ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ. ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ഒപ്പുവെച്ച ഉടമ്പടി ഏത്? ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ഒപ്പുവെച്ചത് ഏത് ഉടമ്പടിയാണ്? വേണാട് ഉടമ്പടിയാണ്. വേണാട് ഉടമ്പടിയാണ് ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ഒപ്പുവെച്ചത്. ചതുപ്പ് പനി എന്നറിയപ്പെടുന്നത്? ചതുപ്പ് പനി.
മലേറിയയാണ് ചതുപ്പ് പനി എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ബിക്കാജി കാമയാണ്. മാഡം ബിക്കാജി കാമ. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി. ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ. ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷയാണ് തമിഴ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ച ഇന്ത്യൻ നേതാവ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ച ഇന്ത്യൻ നേതാവ് താത്തിയോ തോപ്പിയാണ്. താത്തിയോ തോപ്പി. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്ന അവയവം. ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയെയാണ്. തൈറോയിഡ് ഗ്രന്ഥി. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്